കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശേഷാൽ കർത്താവിൻ്റെ വെളിപ്പെടുദാസനും യേശുക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. നല്ല ഒരാലോചന നമുക്ക് ലഭിക്കാനിടയായി. നമുക്കൊരു നാഥനുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. ഞാനിങ്ങനെ വളരെ പ്രാർത്ഥിക്കും. രാവിലെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ഭവന പ്രാർത്ഥനയെ ഓർത്ത് പ്രാർത്ഥിപ്പാനിടയായി. ദൈവാത്മാവിനോട് ഒരു വചനം തന്ന് ആശ്വസിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും. പിശാചിൻ്റെ അവസാനത്തെ ആയുധമാണ് നിരാശ. എന്നാൽ ദൈവമക്കളുടേതായിരിക്കുന്ന ഹൃദയത്തെ ഉറപ്പിക്കുന്നതാണ് ആശ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മീയനാശയുണ്ട്, ജഡികന് നിരാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദശകലമാണ് 118 സങ്കീർത്തനം. അതിൻ്റെ 8-9 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൽ വിരചിതമായ ദൈവത്തിൻ്റെ വചനം കർത്താവ് ഞങ്ങൾ നല്ലതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത് പരിശുദ്ധാത്മാവിൽ തന്നെ പറയുവാൻ കർത്താവ് കൃപ ചെയ്യണം. തൻ്റെ ജനത്തോട് കർത്താവ് സംസാരിക്കണം. കർത്താവേ, അങ്ങയുടെ നാമം മാത്രം മഹത്വം എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ബൈബിളിലെ മധ്യവാക്യമെന്നാണ് എല്ലാവരും പറയുന്നത് ഈ 118 സങ്കീർത്തനം 8-9 വാക്യം. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ദുഷ്ടൻ എന്ന വാക്കോട്, എന്നാൽ അത് അവസാനിക്കുന്നത് യഹോവ എന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടനിൽ കൂടെ തുടങ്ങിയാൽ പ്രൈസ് ദി ലോർഡ് അവനെ തകർത്തിട്ട് യഹോവയിൽ ദൈവത്തിൽ അവസാനിപ്പിക്കുന്ന ആ സങ്കീർത്തനമെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ വളരെ ശ്രദ്ധയോടിരിക്കണമേ. പ്രൈസ് ഗോഡ്. നമുക്ക് ആശ്രയിപ്പാൻ ഒരാളേ ഉള്ളൂ. അതിനാ പറയുന്നത് നാഥൻ. ദൈവമക്കൾ ആശ്രയിക്കേണ്ട ദൈവത്തിൽ. ഇവിടെ എഴുതിയിരിക്കുന്ന മനുഷ്യൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ചിന്തിക്കും അവരെന്തേലും നമ്മെ സഹായിക്കുമായിരിക്കും, ആ പണമുള്ള ആള് എന്തേലും നമ്മെ സഹായിക്കുമായിരിക്കും. ചിലരൊക്കെ ചിന്ത അങ്ങനെ. പ്രൈസ് ദി ലോർഡ്. അത് മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കുന്നതാണ്. ഇതിനേക്കാളും നല്ലതാണ് യഹോവയിൽ ആശ്രയിക്കുന്നത്. ദൈവമക്കൾ ആദ്യം അതങ്ങ് ഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. 108 സങ്കീർത്തനത്തില് അതിന്റെ 3-ാമത്തെ വാക്യത്തില് 146-3 ഇങ്ങനെ ഉണ്ട്: പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രരിലും. ഇത് നിങ്ങൾ ഗ്രഹിക്കണം. ഇത് ചെറിയ സിമ്പിൾ വാക്കുകളാണെങ്കിലും നമ്മളത് ആശ്രയിക്കണം. കർത്താവിൽ മാത്രം ആശ്രയിച്ചാൽ. അതുപോലെ 108-12 വായിക്കുന്നത് മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. ദൈവമക്കളെ, ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നുമാണ് നിലനിൽക്കുന്നത്. നമ്മൾ വിശ്വാസികളായിരിക്കുമ്പോൾ ദൈവമക്കളെ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത്? ആരാ എന്നെ രക്ഷിച്ചത്? അവരിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായിട്ടൊരു വിടുതലുണ്ട്. ഈ വചനം അയച്ച സൗഖ്യമാക്കും. ഈ വചനം അതിവേഗമോടും നിന്റെ വിഷയത്തിൽ ചെല്ലും. അത് ശ്രദ്ധിക്കണം. അത് കുഴിയിൽ നിന്ന് എന്ത് ചെയ്യും? വിടുവിക്കും. നിന്റെ തകർച്ചയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്നെ കുഴിയിൽ നിന്ന് ഈ കരകയറ്റിയത് മുഴുവൻ വചനമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനവുമായിട്ട് അനേക ഇടങ്ങളിൽ യാത്ര ചെയ്യുവാൻ സ്വർഗമിടയാക്കുന്നത്. വചനം ദൈവമാ. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഈ വചനം ആദ്യം കേട്ടിട്ട് ഇൻഡിവിജ്വലായി വ്യക്തിപരമായിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഞാൻ ഒരു കാര്യം പറയാം.
എങ്ങനെയാ പ്രത്യാശ ഉണ്ടാകുന്നത്? എങ്ങനെയാ പ്രത്യാശ ഉണ്ടാകുന്നത്? കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും. പ്രത്യാശയുടെ തുടക്കത്തിന്റെ ഒന്നാമത്തെ ചവിട്ടുപടി കഷ്ടതയാണ്. കഷ്ടതയാണെങ്കിൽ ദൈവമക്കളെ ഓർത്തോണം, കഷ്ടം അനുഭവിക്കുന്ന ദൈവമക്കളെ തഴിയില്ല, തള്ളിക്കളകയില്ല. പഴയ നിയമം നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇസ്രായേൽ മിസ്രൈമിലുള്ളതായിരിക്കുന്ന തന്റെ ജനത്തിന്റെ കഷ്ടത എന്ത് ചെയ്തു? കണ്ടു. ആ ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി അവൻ കേട്ടു. ഈ കഷ്ടതയിൽ ഹൃദയത്തിൽ സങ്കടം കൊണ്ട് മുറിയുന്ന ആ കണ്ണുനീര് സ്വർഗം അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കണം, നിശ്ചയമായിട്ട് വിശ്വസിക്കണം. ഇത് സിമ്പിൾ വാക്കാ. ദൈവമക്കളെ ഓർക്കണമേ, മനുഷ്യനിൽ ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും? ഒരാളെന്നെ സഹായിക്കും, എന്നോട് സഹായിക്കും, അവർ തന്നെ സഹായിച്ചേക്കും. ഒരു വിശ്വാസി എന്ത് ചെയ്യരുത്? അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ വ്യക്തമായി ശക്തമായി പ്രാർത്ഥിച്ചാൽ ദൈവം എന്ത് ചെയ്യും? മറ്റുള്ളവരോട് ഇടപെടും. പ്രാർത്ഥനാ വീരനായ ഏലിയാവിന് കൊടുക്കാത്ത കാക്കയെ കൊണ്ട് കൊടുപ്പിക്കാൻ ദൈവം കൽപ്പിച്ചാൽ അവൻ ഇരിക്കുന്ന ഇടത്ത് പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു തുള്ളി വെള്ളമില്ലാതിരിക്കുന്ന സ്ഥാനത്ത് ദൈവം കരുതുന്ന ദൈവമാ, അവൻ അയക്കുന്ന ദൈവമാ. നമ്മൾ ഇവിടെ കരഞ്ഞാൽ ഏതെങ്കിലും ദേശത്ത് ദൈവം ചിലരെ തൊടും. ഒത്തിരി അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, സഹായിപ്പാൻ ഒരാളെ ഉള്ളൂ. അത് സഹായിപ്പാൻ ഉള്ളതായിരിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവ, പ്രൈസ് ദി ലോർഡ്, അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എവിടെ നിന്ന്? സിയോനിൽ നിന്ന്. 134 സങ്കീർത്തനം അത് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു ഒരു അനുഭവം കൂടാ പറഞ്ഞത്. ദൈവമക്കൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇന്നത് ചെയ്യുമെന്നുള്ളൊരു ചിന്ത ആർക്കും വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യനിൽ ആശ്രയിച്ചാൽ എന്തു ചെയ്യും? അങ്ങനെ ആശ്രയിക്കുന്നവരെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് എടുത്തു വായിക്കുക. യെരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 5-ാം വാക്യം. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി. അവിടെ എഴുതി വെച്ചോണം, അടി വരച്ചോണം. മനുഷ്യനിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ക്ലിക്ക് ചെയ്ത് വെച്ചോണം. മനുഷ്യനിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഇവിടെ പ്രവാചകൻ പറയുന്നത് ജഡത്തെ തന്റെ ഭുജമാക്കും. മനസ്സിലായോ? മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ജഡികനാ. അല്ലെങ്കിൽ അങ്ങനെ പറയരുത്, ഇങ്ങനെ എഴുതരുത്. എന്നിട്ട് എഴുതിയിരിക്കുന്നത് അവന്റെ ഹൃദയം എന്ത് ചെയ്തു? യഹോവേ, ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ. കണ്ടോ? ഇനിയെങ്കിലും ദൈവമക്കൾ ഓർക്കണം, നമ്മളെ വിളിച്ചിറക്കിയ ദൈവമാണെങ്കിൽ അവൻ അനാഥനായി വിടുന്ന ദൈവമല്ല. ഈ മോനൊരു വാക്യം പറഞ്ഞു, എപ്പോ എൻ്റെ മാസ്റ്റർ പീസ് വാക്യമാണ്. നീ ഭയപ്പെടണ്ട, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാനാ നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ നീതിയുടെ കരം നിന്നെ തകർക്കാൻ നോക്കുമ്പോൾ നീതിയുള്ളൊരു കരമുണ്ട് നിന്നെ താങ്ങാൻ. അതുകൊണ്ട് ഹല്ലേലൂയ വചനം വായിക്കുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല,
ഒരു നാളും ഉപേക്ഷിക്കയില്ല, ഒരു നാളും പറക്കയില്ല, ഒരു നാളും തള്ളിക്കളയില്ല. ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കരത്തിൽ വരച്ചിരിക്കുന്നു. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മുടെ കൂടെയല്ല, നമ്മുടെ അകത്ത ഭഗവത്തിന്റെ പ്രത്യാശ നമ്മുടെ അകത്ത ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ, അമ്മയുടെ ഉദരം മുതൽ ഇന്ന് വരെ നടത്തിയ ദൈവത്തെ ഓർക്കുമ്പോൾ, നീ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ഹൃദയത്തിനെ മുറിവറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും അവൻ കൈവിടുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, എപ്പോഴും ഓർത്തോണം, ഏതെങ്കിലും മനുഷ്യൻ എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ് അവരുടെ വാലെ പിടിച്ച് നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നടക്കുന്ന വ്യക്തി ജഡീകനാണ്. 2, അടുത്തത്, അവന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? സഹായിക്കുന്ന യഹോവയിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്നു. അവന്റെ പേരാണ് ശപിക്കപ്പെട്ടവൻ. അവന്റെ അനുഭവം എന്താ അറിയോ? അടുത്ത വാക്യം, അടി വരച്ചു. നന്മ വരും, പക്ഷെ നീ കാണത്തില്ല. കേട്ടോ, നന്മ വരുമ്പോൾ കാണാതെ. കണ്ടോ, ഇതൊക്കെ ചെറിയ വിഷയങ്ങളല്ല. ഇത് മകൾ ഓർക്കണമേ, മനുഷ്യനല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. അടുത്ത 7ാമത്തെ വാക്യം, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത്, അവനെ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരിയത്ത് വേരുന്നിരിക്കുന്നതായ വൃക്ഷം പോലെ ഇരിക്കും. അടുത്തത്, ഉഷ്ണം, നീ ഏത് ചൂടേറിയ മരുഭൂമിയിലാണെങ്കിലും ഉഷ്ണം തട്ടുമ്പോൾ നീ വാടത്തില്ല, നിന്റെ മുഖവും വാടത്തില്ല, നീ വാടുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മക്കളെ, ഇതൊക്കെ ഹൃദയത്തിനകത്ത് വെച്ചുകൊണ്ടിരുന്ന മുഴങ്കാലം അടയ്ക്കുന്നത്. കൊലോസ്യ ലേഖനം 3-1 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? ഉയരത്തിൽ, പിതാവിന്റെ വലഭാഗത്തിരിക്കും ഉയരത്തിൽ ചിന്തിക്കണം. ഉയരത്തിലെ മാത്രമേ ചിന്തിക്കാവൂ. നിന്റെ മനസ്സും നിന്റെ ഹൃദയവും അങ്ങോട്ട് പോകണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനുഷ്യ സഹായം വ്യർത്ഥമാണ്. മനുഷ്യൻ സഹായിച്ചിട്ട് എന്ത് ചെയ്യും? അങ്ങനെ പബ്ലിക് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഗുഡ് ന്യൂസ് ഉണ്ടല്ലോ. എന്തായാലും ഒരു പ്രൈസ് ദി ലോർഡ്, എന്താ, ഒരു തയ്യൽ മനുഷ്യൻ കൊടുത്താൽ മതി, അത് ഓൾ വേൾഡ് അറിയും. ഇതാരും സ്വതന്ത്രം പറയാത്ത പേരെടുക്കാനല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇന്ന് ഈ ദൂത് ഇവർ ശരിക്ക് കേട്ട്, ഇത് കേട്ടിട്ട് പോയിന്ന് മുട്ടുമടക്കി നോക്കിക്കേ. ഈ വചനം വൃഥാ വരുന്നതല്ലത്. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കണം. യഹോവയിൽ ആശ്രയിക്കുന്നവരാരാന്നറിയാം? യഹോവയിൽ ആശ്രയിക്കുന്നവരാരാ? യെശയ്യാ 26:3 എടുത്ത് വായിച്ചേ, ശീഘ്രം വായിച്ചു, എൻ്റെ സമയം തീരുന്നു. ഇതെങ്കിലും നോക്കുകയെങ്കിലും ചെയ്യണം. അയ്യോ, നിക്കട്ടെ. സ്ഥിരമാനസൻ, ഇരുമനസ്സുള്ളവനല്ല, സ്ഥിരമാനസൻ. ഇരുമനസ്സുള്ളവരെന്ന് പറയുന്നത് അവർ സംശയിക്കുന്നവരാ. അവരുടെ ഹൃദയത്തിനകത്ത് പിശാച് കൂടിയുള്ളൂ. അതാ ഞാൻ എപ്പോഴും ഇവിടെ പറയുമല്ലോ, എബ്രായർ 3:12, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഈ ദുഷ്ടഹൃദയത്തിന് പറയുന്ന പേരാണ് ഇരുഹൃദയം. അത് യാക്കോബിന്റെ ലേഖനം 1-4 വായിച്ചാൽ അവർ സംശയിക്കുന്നവരാ. അവരെ കുറിച്ച് പറയുന്നത് ഇരുമനസ്സുള്ളവർ തൻ്റെ വഴികളൊക്കെയും അസ്ഥിരർ. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 4 അതിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുന്നത്. ഹൃദയം, ഇരുഹൃദയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കുക. മനസ്സിലായോ? ഇന്നുറയ്ക്കണം. സ്ഥിരമാനസൻ, യഹോവയിൽ ആശ്രയം വെച്ചിരിക്കുന്ന, യെശയ്യായുടെ പ്രവചനം,
ആശ്രയം വെച്ചിരിക്കൊണ്ട് കണ്ടോ, അടി വരച്ചോ. ഹൃദയത്തിൽ പൂർണ്ണ സമാധാനം വേണമെങ്കിൽ സ്ഥിരതയോടെ, എനിക്കറിയാം, ഞാൻ ഉറയ്ക്കുന്നു, കാരണം എന്നെ മറച്ചെന്ന് വിളിച്ചിന്നവരെ നടത്തിയ ദൈവം അവൻ ഒരിക്കലും കൈവിടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാറുണ്ട്, പിശാചേ നീ നിന്റെ പണി നോക്ക്. പ്രൈസ് ദി ലോർഡ്. എന്നെ മൂക്കി പഞ്ഞു വെക്കണമെന്ന് അന്ന് ചിന്തയുണ്ടായിരുന്നെങ്കിൽ അന്ന് വെച്ചേനം. ഇനി മൂക്കി പഞ്ഞു വെക്കണമെങ്കിൽ എൻ്റെ സ്വർഗീയ അപ്പൻ അറിയാതെ, അവൻ്റെ വിരൽ ചലിക്കാതെ, അതൊരു ധൈര്യമാണ്, അതൊരു വിൽ പവറാ. അത് പറയണം. നമ്മുടെ നാക്കിൽ അധികാരമുണ്ട്. പ്രാർത്ഥിച്ച് ലഭിച്ചുവെന്ന് വിശ്വസിക്കണം. പ്രാർത്ഥന കേൾക്കുന്നവനാ ദൈവം. ഉടനെയാണ് മറുപടി തരുന്നത്. ചില പ്രോസസിംഗ് ടൈം കഴിയുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കും. വിശ്വസിക്കണം. ഇത് ചെറിയ വിഷയമല്ല. ഇത് സ്ഥിരമാനസന് യഹോവയിൽ ആശ്രയിക്കട്ടെ, അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അടുത്ത വാക്യം കൂടെ, യഹോവയാം യാഗിൽ ശ്വാസനമായ ഒരു പാറയുള്ളതിനായി. കണ്ടോ, പാറയാകുന്ന ക്രിസ്തു അകത്ത് വരണം. പഴയ നിയമത്തിൽ ആശ്രയം, പുതിയ നിയമത്തിൽ വിശ്വാസമാണ്. പഴയ നോക്കിയോ മുഴുവൻ ആശ്രയം ആശ്രയം ആശ്രയം. പുതിയ നിയമം വരുമ്പോൾ എല്ലാം വിശ്വാസമാണ്. പ്രാർത്ഥിച്ചില്ലേ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ച പ്രാർത്ഥനയിൽ യാചിക്കുന്നത് എന്ത് യാചിച്ചാലും നിനക്കത് ലഭിക്കും. അതങ്ങനെ വിശ്വാസം വേണ്ടേ? നടക്കുമോ? നടക്കത്തില്ലേ? എനിക്കറിയാം, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നടന്നിരിക്കും. അത് യാതൊരു സംശയമില്ല. എന്റെ കർത്താവ് കണ്ണുവട്ടനല്ല, ചെവി വെട്ടിയതല്ലേ. ഈ പ്രാർത്ഥന കേട്ടിരിക്കും. ദൈവം ഒരു മറുപടി തരുന്ന സമയമുണ്ട്. അതാ പ്രത്യാശ. വിശ്വാസം ഉണ്ടെങ്കിൽ പ്രത്യാശയുണ്ട്. എന്റെ ദൈവം എന്നെ കൈവിടില്ല, എന്റെ ദൈവം എന്നെ നടത്തും, എന്റെ കുഞ്ഞുങ്ങളെ കൈവിടില്ല. അതാ പ്രത്യാശ. മനസ്സിലായോ? സ്തോത്രം. നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണം. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഞാൻ വേഗം നിർത്തട്ടെ. ഇങ്ങനെ യഹോവയിൽ യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനെ എവിടെ കൊണ്ട് നടും? വെള്ളത്തിനരികെ. ഇതേത് വെള്ളമാണെന്നറിയാമോ? 13 വാക്യം, യെരമ്യാ 17:13. വിശുദ്ധ മന്ദിരസ്ഥാനമേ, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരിൽ ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള ദൈവത്തിന്റെ ഉറവ ആരാ? യേശു ക്രിസ്തു. കണ്ടോ? ആ വെള്ളത്തിന്റെ അരികിൽ എന്ത് ചെയ്യും? ദൈവം കൊണ്ട് നടുമെന്ന. ദൈവം നട്ടാൽ ആ നടുന്ന ചെടിക്ക്, കുടുംബത്തിന് ഒരു ഉടമസ്ഥനുണ്ട്. അവൻ അനാഥനായി വിടുകയില്ല. അവൻ ആ കർത്താവിന് ദാസൻ പറഞ്ഞ നാഥൻ. കണ്ടോ? കർത്താവ് നട്ടാൽ വെള്ളത്തിനരികിലെ നടുവുള്ളൂ. അതാ യോസഫിനെ കണ്ടില്ലേ? നട്ടതെവിടാ? നീരുറവയിൽ. അവനെ മതിൽ കെട്ടിയെങ്കിലും, നീ മതിൽ കെട്ടി തടസ്സപ്പെടുത്തിയാലും അതിനെ ഞാൻ പിടിച്ചു കയറും. പ്രൈസലോ. മതിൽ ദോഷമല്ല, നിനക്ക് തടസ്സം ദോഷമല്ല. നിന്റെ ജീവന്റെ ഉറവാകുന്ന ക്രിസ്തുവിനാണെങ്കിൽ അതുകൊണ്ട് നീ പിടിച്ചു കയറും, അതിനെ ഓവർകം ചെയ്യും. മനസ്സിലായോ? പ്രൈസലോ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം കൊണ്ട് നടുന്നത് വെള്ളത്തിൻ്റെ അരികെയാണ്. കർത്താവ് നട്ടതെങ്കിൽ ആർക്കും പിഴാൻ പറ്റില്ല. ദൈവം നടുന്ന സ്ഥലത്ത് ഉറവയുണ്ടെന്ന്. നമ്മുടെ ഈ ചർച്ചിൽ ഉറവ് വന്നാൽ, നമ്മുടെ അകത്തുറവ് വന്നാൽ, നമ്മുടെ കുടുംബത്തിൽ ഉറവ് വന്നാൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വാഗ്ദത്തങ്ങൾ ഉണങ്ങിയതിനെ പച്ച പിടിക്കാൻ തുടങ്ങും, അത് കളിർക്കാൻ തുടങ്ങും, അത് ഫലം കായ്ക്കും. ഒരിക്കലും നശിക്കുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. നടുക മാത്രമല്ല, എന്ത് ചെയ്യുമറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആറ്റരിയെ വേരൂന്നും. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ഒത്തിരി വ്യാഖ്യാനിക്കേണ്ട വിഷയങ്ങളാണ്. വേരൂന്നിയാൽ നീ തകർന്നു പോകില്ലെന്ന്. നിന്റെ കുടുംബം തകരത്തില്ല. വചനം കേട്ട് ആഴ കുഴിച്ചാൽ ഈ ഉറവയാകുന്ന ക്രിസ്തു കയറി വരും.
അതിൽ പണിയുന്ന വീട് പ്രതികൂല കാറ്റാഞ്ഞടിച്ചാലും ഒരിക്കലും തകരുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ വാടത്തില്ലെന്നേ, ഉണങ്ങിപ്പോകത്തില്ല. നീ ഉണങ്ങണം, നിന്റെ കുടുംബം ഉണങ്ങണം, നിന്റെ തലമുറ ഉണങ്ങണം എന്ന് പറഞ്ഞാലും വാഗ്ദത്തത്തിൻ്റെ വെള്ളം വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, യോബിന്റെ പുസ്തകത്തിൽ വാക്യമുണ്ടല്ലോ, വേര് മെഹന്തിയ പ്രൈസ് ദി ലോർഡ് മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് പൊട്ടിക്കിളർക്കും. അഭിഷേകത്തിൻ്റെ ശക്തി ഉയർന്നാൽ ചില പൊട്ടിക്കിളർക്കും. ഈ ദിവസങ്ങളെല്ലാം ഈ മെസ്സേജ് ഇവിടെ ഹല്ലേലൂയ ഓടിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് വളർച്ച വരച്ച മാറ്റം ഹല്ലേലൂയ കുടുംബങ്ങളുടെ, തലമുറകളുടെ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ, സഭയുടെ വാഗ്ദത്തങ്ങൾ, ശുശ്രൂഷയുടെ വാഗ്ദത്തങ്ങൾ, തലമുറയുടെ ആത്മീയ ശുശ്രൂഷകൾ ദൈവം പച്ചപിടിക്കും, ഉണങ്ങത്തില്ല, പച്ചപിടിക്കും, ഫലം കായ്ക്കും. പ്രൈസ് ദി ലോർഡ്. വരണ്ട പ്രദേശത്തും നീ ഫലം കായ്ച്ചുണ്ട്. സ്തോത്രം. സമയം തീർന്നുകൊണ്ട് നിർത്തുക. നമ്മുടെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ആ കർത്താവിൽ മാത്രം നമ്മൾക്ക് ആശ്രയിക്കാം. സ്ഥിരമാനസോടെ ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.